മലയാള സിനിമയിൽ മറക്കാൻ കഴിയാത്ത അപൂർവ പ്രതിഭ എന്ന് പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ചിത്രങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷേ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ അവാർഡ് നൽകുന്ന ചിത്രങ്ങളൊക്കെ തന്നെ തട്ടുപൊളിപ്പനാണ്, അല്ലെങ്കിൽ നിലവാരമില്ലാത്തതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഇതേ ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ പ്രതിഭയുള്ള നിരവധി കലാകാരന്മാർ നേരത്തെ ഉണ്ട്. ജി അരവിന്ദൻ ഉണ്ടായിരുന്നു, പത്മരാജൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു തലമുറയൊക്കെ ഒരുപാട് സിനിമകൾ മലയാളത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. അതേ അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഇത്തരം ഒരു വിമർശനം ഉന്നയിക്കുന്നത് ഉള്ളിൽ തട്ടിയാവില്ലേ? തീർച്ചയായിട്ടും അടൂർ, എനിക്ക് തോന്നുന്നു അങ്ങനെ പറയാൻ അദ്ദേഹം സംസ്ഥാന അവാർഡുകളെ കുറിച്ച് മാത്രമല്ല, ദേശീയ അവാർഡുകളെ കുറിച്ച് കൂടിയാണ് പറഞ്ഞത്. അദ്ദേഹം അതൊന്ന് മുഖം നോക്കാതെ, ഭരണകൂടത്തിന്റെ മുഖം നോക്കാതെ നിലപാടെടുക്കുന്നു, അഭിപ്രായം പറയുന്നു. അത് പറയാൻ ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാൾ, കേരളത്തിലുള്ള ഒരേ ഒരാൾ, ഇപ്പോൾ ഷാജി എൻ കരുൺ പോലും ഇപ്പം മരിച്ചല്ലോ. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ അത്തരത്തിൽ ഓർക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ഖണ്ഡിതമായിട്ട് പറയാൻ ആധികാരികമായ ഒരു സ്വരം തീർച്ചയായിട്ടും അടൂരിൻ്റെതാണ്. അടൂരിന് അത് പറയാനുള്ള അർഹതയുണ്ട്. അപ്പോൾ അടൂർ പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം, ഭാരതീയ വിദ്യാഭവനിലെ കുട്ടികൾ അദ്ദേഹത്തെ കാണാൻ, ഈ പ്രതിഭകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ കുട്ടികളുടെ പ്രോഗ്രാമിൽ, അപ്പോൾ അവർ ചെന്ന് കണ്ടപ്പോൾ അവിടെ ഇരുന്നിട്ട് അത് സത്യസന്ധമായി ഉള്ളു തുറന്നവരോട് പറഞ്ഞതാണ്. എന്ന് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വർത്തമാനമാണ്. നിങ്ങൾ അവാർഡുകൾ നോക്കൂ, ആ കൊല്ലത്തെ ഏറ്റവും മോശം സിനിമ മലയാളത്തിൽ ഏതാണെന്ന് കാണാൻ അവാർഡ് നോക്കിയാൽ മതി. എത്ര ഹാർഷായ, എത്ര രൂക്ഷമായ അഭിപ്രായമാണെന്ന് ആലോചിച്ച് നോക്കൂ. ദേശീയ തലത്തിലും അതെ, ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് അക്കൊല്ലത്തെ ഏറ്റവും മോശം സിനിമക്കാണ്. അങ്ങനെ അടൂരിനെ പോലെ ഒരാൾ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ അവാർഡുകൾക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം. ഇത് സിനിമ അവാർഡിന് മാത്രമല്ല, മറ്റെല്ലാ അവാർഡുകൾക്കും ബാധകമാണ്. നമ്മുടെ സാഹിത്യ അക്കാദമി അവാർഡുകളുടെയൊക്കെ വില, അതിൻ്റെ നിലവാരം പോയിട്ട് എത്ര കാലമായി? പാർട്ടി ഓഫീസിൽ നിന്ന് കത്ത് കൊടുക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്ന കാലം വന്നില്ലേ? പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവർക്ക് എന്താണ് പറയുക, ആജീവനാന്ത പുരസ്കാരം, അല്ലെങ്കിൽ ഈ സമ്പൂർണ്ണ സേവനത്തിനുള്ള പുരസ്കാരമൊക്കെ കൊടുക്കാൻ തുടങ്ങിയില്ലേ? അങ്ങനെ ആ അർത്ഥത്തിൽ വന്നു, സിനിമയിലും അങ്ങനെ വന്നു. ഈ വിവാദം ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെടാനുള്ള ഒരു കാരണം കൂടി ഉണ്ടായി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തന്നെ ബാലചന്ദ്ര മേനോന്റെ സിനിമാ ജീവിതത്തിന്റെ ആഘോഷം നടന്നു. അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇതേപോലെ പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ട് സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും പരിക്കേറ്റ, സാധാരണഗതിയിൽ ക്ലീനായി നിന്നിരുന്ന ഒരാൾക്ക് ഏറ്റവും പരിക്കേറ്റത് ബാലേന്ദ്ര മേനോനാണ്. ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ നമുക്ക് ധാരണയുണ്ട്. സിദ്ദീഖിനെ കുറിച്ച് പൊതുവെ ഒരു ധാരണയുണ്ട്, ആളുകൾക്ക് മുകേഷിനെ കുറിച്ച് ധാരണയുണ്ട്, ഇടവേള ബാബുവിനെ കുറിച്ച് ഒക്കെ പൊതുവെ ഒരു ധാരണയുണ്ടല്ലോ. പക്ഷെ ബാലേന്ദ്ര മേനോൻ ആ ഗണത്തിൽ പെട്ടിരുന്നില്ല. അതേസമയത്ത് ബാലേന്ദ്ര മേനോനെ കുറിച്ചൊക്കെയുള്ള അതിരൂക്ഷമായ ആരോപണങ്ങൾ വന്നല്ലോ. എന്താണ്, മിനു മുനീറിനെ പോലുള്ള ആളുകളൊക്കെ പച്ചക്ക് ബാലേന്ദ്ര മേനോനെ ഈ കടിച്ചു കീറുന്ന മറ്റുള്ള വിമർശനങ്ങൾ വന്നു. അദ്ദേഹത്തിന് പോലും മറുപടി പറയാൻ പറ്റാതെ അദ്ദേഹം സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബാലേന്ദ്ര മേനോനെ ഇങ്ങനെ അപമാനിച്ചു വിടുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സിനിമാ പ്രേമികളും ഒക്കെ കൂടി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് സ്വീകരണം വെച്ചു. ആ സ്വീകരണ യോഗത്തിൽ അദ്ദേഹം മനസ്സ് തുറന്ന് ചില സങ്കടങ്ങൾ പറഞ്ഞു. ഇത് ആരോപണങ്ങളെ കുറിച്ചല്ല, സിനിമാ ജീവിതത്തിലെ ചില സങ്കടങ്ങൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഞെട്ടിക്കുന്നൊരു അഭിപ്രായം, 97 ഒരു 28 കൊല്ലം മുമ്പ്, അല്ലെ 30 കൊല്ലം, 28 കൊല്ലം മുമ്പ് ഇദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയൊരു സിനിമയുണ്ട്. നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു കേട്ടോ. സമാന്തരങ്ങൾ, സ്റ്റേഷൻ മാസ്റ്ററായിട്ട്. സമാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പാളങ്ങളാണ്, റെയിൽ പാളങ്ങളാണ്. അപ്പോ ഗംഭീര, നന്നായി അഭിനയിച്ച നല്ല സിനിമയായിരുന്നു അത്, അദ്ദേഹം ചെയ്ത സിനിമ. അപ്പോൾ സമാന്തരങ്ങൾ എന്ന സിനിമയ്ക്ക് രാജ്യത്തെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടാൻ പോയതാണത്രേ. അന്ന് മലയാളത്തിൽ നിന്ന് അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പാരവെച്ചു എന്നാണ്. ആ ഒരു പേര് മാത്രം ഞാൻ പറയുന്നില്ല. അത് പക്ഷേ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കും, നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. 97 28 കൊല്ലം മുമ്പ് അക്കൊല്ലത്തെ ദേശീയ അവാർഡ് കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്നത് ആരാണ് എന്ന് ഓർത്തെടുക്കണം. ചിലപ്പോൾ അത് അറിയാവുന്നവർ പറയുമായിരിക്കും. ഇനി എന്തായാലും അവർ പാരവെച്ചു. മലയാളി തന്നെയാണ് മലയാളിക്ക് പാരവെക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പേര് പറയുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, അതിനോട് ചേർത്ത് ഓർക്കേണ്ട ഒരു കാര്യം, 97 ഞാൻ അവാർഡ് ലിസ്റ്റ് നോക്കി. 97 ആ ദേശീയ അവാർഡ് ആർക്കാന്നറിയോ? ദേശീയ അവാർഡ് സുരേഷ് ഗോപിക്ക. കളിയാട്ടം എന്ന് പറയുന്ന സിനിമ പങ്കിട്ടാണ്. അപ്പോൾ സത്യത്തില് പങ്കിടേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. എത്രയോ സമാന്തരങ്ങൾ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും. രണ്ട് തരത്തിലുള്ള സിനിമകളാണ്. പക്ഷെ ഒരു അവാർഡ് സിനിമ എന്നല്ല, കലാമൂല്യമുള്ള സിനിമ എന്ന രീതിയിൽ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അന്ന് സമാന്തരങ്ങൾ ഒട്ടും മോശമായിരുന്നില്ല. അപ്പൊ സമാന്തരങ്ങൾക്ക് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയില്ല. പകരം ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ടുപേരും കൂടി ഷെയർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള ഒരു സങ്കടം സുരേഷ് ഗോപിയും വെളിപ്പെടുത്തിയിരുന്നു അടുത്ത കാലത്ത്.
അപ്പോൾ അതിനോട് ചേർത്തിട്ട് അതിന്റെ തൊട്ട് പിറ്റേന്നാണ് ഒരു പക്ഷേ കുട്ടികൾ ചോദിച്ചിരിക്കണം. ഭാരതീയ വിദ്യാഭവനിൽ നിന്നുള്ള കുട്ടികൾ വന്നിട്ട് ഈ നാഷണൽ അവാർഡിനെ കുറിച്ചുള്ള ചർച്ച വന്നിരിക്കണം, ഈ അടൂരിനോട് ചോദിച്ചിരിക്കണം. അപ്പോൾ അടൂർ പറഞ്ഞതാണ്, അടൂർ വെട്ടി തുറന്ന് പറഞ്ഞതാണ്, നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും മോശം സിനിമയ്ക്ക് കിട്ടുന്നതാണ് എന്ന രീതിയിൽ വളരെ രൂക്ഷം എക്സ്ട്രീമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാതരം അവാർഡുകൾക്ക് പിന്നിലും നടക്കുന്ന ഒന്ന് ജൂറി കമ്മിറ്റി. അദ്ദേഹം പറയുന്നതാണ്, ഒന്ന് അവാർഡ് നിർണ്ണയിക്കുന്ന ജൂറി ആരുടേതായിരിക്കണം, ഒന്ന് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണം, ധാരാളം സിനിമയിലൂടെ ധാരാളമായിട്ട് കടന്നു വന്നവർ, സിനിമ നിർമ്മിച്ചവർ, സിനിമയുടെ ക്രാഫ്റ്റും സിനിമയുടെ ആർട്ടും അറിയാവുന്നവർ ആയിരിക്കണം, ആ രംഗത്ത് അനുഭവമുള്ളവരായിരിക്കണം, പ്രതിഭാശാലികളായിരിക്കണം, കഴിവ് തെളിയിച്ച അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അവാർഡ് കമ്മിറ്റിയിൽ, ഇപ്പോൾ അദ്ദേഹം അവാർഡ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ്, അത് അദ്ദേഹം ഇരുന്ന കാലത്തെ അവാർഡുകളെ കുറിച്ചും ഇത് ബാധകമാണോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഈ അവാർഡുകൾ ഒരു കലാസൃഷ്ടിയെ സത്യസന്ധമായി വിലയിരുത്തുന്നതിൽ വല്ലാതെ പരാജയപ്പെടുന്നുണ്ട്. അത് സത്യമാണ്. ഇപ്പൊ സിനിമയുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ചതാണ്. പലപ്പോഴും വീതം വെക്കുകയാണല്ലോ ചെയ്യാം. ഇപ്പോൾ മലയാള സിനിമയിൽ എടുത്തു നോക്കൂ, ആരെയും പിണക്കാൻ വയ്യ. ഒരു സിനിമയ്ക്ക് സത്യത്തിൽ ഒരു സിനിമ ഏറ്റവും നല്ല സിനിമയായും ആ സിനിമയുടെ ഏറ്റവും നല്ല സിനിമയാണെങ്കിൽ ആ സിനിമയുടെ ഡയറക്ടർ ഏറ്റവും നല്ല ഡയറക്ടർ ആവണ്ടേ, അതാണെങ്കിൽ ആ സിനിമയുടെ ഏറ്റവും നല്ല സ്ക്രീൻ പ്ലേ അതാവണ്ടേ, ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് അതാവണ്ടേ, അതാണെങ്കിൽ ഏറ്റവും നല്ല അഭിനയം അതിനകത്താവണ്ടേ, ആവാലോ. ഇപ്പോൾ ഏറ്റവും നല്ല ഡയലോഗ് അതായിക്കൂടെ. ഇതെല്ലാം കൂടി ഒരിക്കലും സമീപകാലത്തൊന്നും ഒരിക്കലും ഇതെല്ലാം കൂടി തികഞ്ഞ ഒരു സിനിമ ഉള്ളതായിട്ട് അവാർഡ് കമ്മിറ്റി പറഞ്ഞിട്ടില്ല. പോപ്പുലർ സിനിമ വേറെ, ജനപ്രിയ സിനിമ വേറെ, സാമ്പത്തിക വിജയം നേടിയ സിനിമ വേറെ, നവാഗതരുടെ സിനിമ വേറെ, ഇതൊക്കെ പറഞ്ഞ് വീതിക്കുകയാണല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല സിനിമ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു അവാർഡിലൂടെ ഒരുപാട് പേരെ തൃപ്തിപ്പെടുത്താൻ പറ്റും. നല്ല സിനിമയ്ക്ക് മികച്ച സിനിമ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സംവിധായകൻ്റെ അവാർഡ്, മികച്ച നടന് വേറെ അവാർഡ്, മികച്ച തിരക്കഥക്ക് വേറെ സിനിമയ്ക്ക് അവാർഡ്, നടി വേറെ അവാർഡ്, പാട്ട് വേറെ അവാർഡ്, ഇങ്ങനെ ഇതെല്ലാം വീതിച്ച് ഏറ്റവും ചുരുങ്ങിയത് 10-20 സിനിമകളുടെയെങ്കിലും പേര് അവാർഡ് പട്ടികയിൽ വരുന്ന തരത്തിലാണ് നമ്മൾ അവാർഡുകൾ കൊടുക്കുന്നത്. ദേശീയ തലത്തിൽ ഇതിനേക്കാൾ കഷ്ടമാണ്. ഏത് ഭാഷയാണ് ആ കാലത്ത് സ്വാധീനിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിൽ അവസാനം ഇപ്പോൾ പല ഏറ്റവും ഒടുവിലത്തെ അവാർഡൊക്കെ എടുത്തു നോക്കൂ. ഏറ്റവും ഒടുവിലത്തെ അവാർഡ് ഇപ്പോൾ മമ്മൂട്ടി ഏറ്റവും നന്നായി അഭിനയിച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പല കാലങ്ങളിലും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല. അതെ, അന്നേരം നമ്മൾ നിരാശപ്പെട്ടിട്ടുണ്ട്. ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്നത് ഈ സമാന്തര സിനിമാക്കാരനാണെന്നുള്ള ഒരു ഇമേജ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷെ അടൂർ ഗോപാലകൃഷ്ണൻ എടുക്കുന്ന ചിത്രങ്ങൾക്ക് അതുപോലെ തന്നെ കലാമൂല്യം, ജനപ്രീതിയും കിട്ടിയിട്ടുണ്ട്. മറ്റേ ഈ പൊന്തന്മാട പോലെയുള്ള ചിത്രങ്ങളായാലും അല്ലെ, പിന്നെ ഈ മതിലുകള്, അരവിന്ദൻ അങ്ങനെയായിരുന്നു, ആ ഗണത്തിൽപ്പെട്ടതായിരുന്നു അല്ലെ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ചിന്തരവി, ആ കാലഘട്ടത്തിലുള്ളവരുടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലാസ് ബക്കർ അല്ലെ, ഈ ക്ലാസ്. പിന്നെ ഈ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, പ്രസാദ് അല്ലെ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി മൂല്യം കൽപ്പിക്കേണ്ട, വില കൽപ്പിക്കേണ്ടത് ഈ അവാർഡ് ജൂറിക്കോ അല്ലെ സംസ്ഥാന സർക്കാരോ പ്രത്യേകിച്ച് ഈ സാംസ്കാരിക വകുപ്പോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അവരത് കാണാതെ ഇവർ ഇന്നലത്തെ ആളുകൾ എന്ന രീതിയിൽ തള്ളിക്കളയുന്നു. ആ ഒരു വിഷമമായിരിക്കില്ലേ അടൂർ ഗോപാലകൃഷ്ണൻ വാക്കുകളിലൂടെ പുറത്തു? എനിക്ക് തോന്നുന്നു അടൂരിനെ പോലുള്ളവരെ ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യൻ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഒരു അഡ്വൈസറായി എപ്പോഴും ഉപദേശം തേടി നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ട. അടൂർ എന്ത് പറഞ്ഞാലും അതിനെ ആക്ഷേപിക്കാൻ ആളുകൾ ഇതിനു മുമ്പ് ഓർമ്മയില്ലേ അടൂർ പറഞ്ഞൊരു പുതിയ നിങ്ങൾ വനിതകൾക്കും പിന്നോക്ക ജാതിക്കാർക്കും ഒക്കെ സിനിമ നിർമ്മിക്കാൻ ഫണ്ട് കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല. പക്ഷെ കൊടുക്കുമ്പോൾ അവർക്ക് ഈ പണി അറിയോ ഇല്ലേ നോക്കണം. അവർ വനിതയാണോ നോക്കിയാൽ പോരാ, അവർ പട്ടികജാതിക്കാരനാണോ നോക്കിയാൽ പോരാ. കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല, കൊടുക്കുമ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ടാക്കണം, അവർക്ക് പരിശീലനം കൊടുക്കണം എന്നാ പറഞ്ഞു. അതോടുകൂടി അദ്ദേഹം ചെറിയൊരു സാധനത്തെ വേറെ ഡൈവേർട്ട് കൊണ്ടുപോയി ഇദ്ദേഹം സവർണനാണ്, ഇദ്ദേഹം ദളിത് വിരുദ്ധനാണ്, ഇദ്ദേഹം സ്ത്രീ വിരുദ്ധനാണെന്ന്. അതാണ് ആളുകൾ. സത്യത്തിൽ നീ പറഞ്ഞത് ശരിയാണ്. ഇനി അങ്ങോട്ട് അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾ, സാംസ്കാരിക വകുപ്പുകൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവർ അതിലേറെ സൂക്ഷ്മതയോടെ ചെവി കൊടുത്താൽ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ അനുഭവം, അദ്ദേഹം നിർമ്മിച്ചു വെച്ച മഹത്തായ മാതൃകാ സിനിമകൾ, അതൊക്കെ തന്നെ എല്ലാവർക്കും ഒരു പാഠമാകും. അദ്ദേഹം അത് പറഞ്ഞത് പുതിയ കുട്ടികളോടാണ്, പക്ഷെ അത് കേൾക്കേണ്ടത് പഴയ കുട്ടികളാണ്. പറഞ്ഞാൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒന്നും പഠിക്കാത്ത, ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത, അടഞ്ഞുപോയ മനസ്സുള്ള ഭരണകൂടങ്ങളുടെ വാതിൽ, ഭരണകൂടങ്ങളുടെ ഹൃദയ കൊട്ടാരത്തിന്റെ വാതിലാണ് അടൂർ ആഞ്ഞ് ചവിട്ടിയിരിക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സ് തുറന്നു കൊടുത്താൽ
സിനിമയ്ക്കും നല്ലതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.